ഈ ആനയുടെ ഒരു ഭീതി മാറിയിരുന്നില്ല, ആശങ്ക മാറിയില്ല. ആന ഇതുവരെ കിട്ടുക പോലും ചെയ്തില്ല. അപ്പോഴാണ് അടുത്ത കടുവ എത്തിയിട്ടുള്ളത്. ഈ വന്യമൃഗശല്യം ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് വയനാട്ടിൽ പ്രത്യേകിച്ച് ഈ ഏരിയയിൽ വളരെ നല്ല രീതിയിൽ എന്താ പറയുക ഇവിടെ കടുവ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ അതേപോലെ അവിടെ ആനേനെ നോക്കി നിൽക്കുമ്പോൾ ഇവിടെ താഴെ മുള്ളന്തറ കോളനിയിൽ വന്നിട്ട് അവിടെ വാഴയെല്ലാം നശിപ്പിച്ച് കൃഷിയെല്ലാം നശിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണെന്നറിയില്ല, സമീപകാലങ്ങളിലൊന്നും ഉണ്ടാവാതിരുന്ന രീതിയിലുള്ള ഒരു വന്യമൃഗശല്യം, ആ ഒരു അറ്റാക്കാണ് ഇപ്പം ഈ ഒരു ഏരിയയിൽ പടമല, പാൽവെളിച്ചം, കാട്ടുകുളം ഏരിയയിലെല്ലാം നടക്കുന്നത്. പക്ഷെ ഇതിനെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ആന ഇറങ്ങിയിട്ട് തന്നെ അജയെ കൊന്നിട്ട് തന്നെ ഈ 3-4 ദിവസമായിട്ടും ഇതുവരെ എന്താ പറയുക ആനയെ പിടിക്കാനോ ബാക്കിയല്ല മൈക്കൊടി വെക്കാനോ ഉള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഇതുവരെ വനംവകുപ്പിന് കിട്ടിയിട്ടില്ല. അത് അനാസ്ഥയാണോ, അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണോ എന്നുള്ളത് ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പം കഴിഞ്ഞ ദിവസം അജി മരണപ്പെട്ട ഇതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നിപ്പോൾ കടുവ ഇറങ്ങിയിരിക്കുന്നത്. നാട്ടുകാരുടെ ആശങ്ക അകറ്റണം. അത് വനംവകുപ്പ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യാൻ തയ്യാറാകുന്നത്, ആ ഒരു കൃത്യമായ പ്ലാനിങ്, നാട്ടിലേക്ക് മൃഗങ്ങൾ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് വനംവകുപ്പ് കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അന്ന് തന്നെ കണ്ടപ്പം DFO പോലും ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പോലും അജിയുടെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസമാണ് വന്നത്. ആ ഒരു സമയങ്ങളിൽ അവരുടെ സുരക്ഷാ ഭീഷണി മൂലമാണെന്നാണ് അവർ തന്നെ പറയുന്നത്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ ജനങ്ങൾ എന്ത് ചെയ്യും? ജനങ്ങൾ ചോദിക്കുന്നത് ഇവിടം വിട്ട് ഞങ്ങൾ പോകണോ, അതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ എന്താണ് വനംവകുപ്പ് ജനങ്ങളുടെ ആശങ്ക അകറ്റണം, അതാണ് പറയാനുള്ളത്. ഇപ്പം തന്നെ 3-4 കടുവയായി ഈ ഒരു ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട് പല സ്ഥലങ്ങളിൽ ഇറങ്ങുന്നത്. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് വനപാലകർ തന്നെയാണ് പറയേണ്ടത്. ജനങ്ങളുടെ ആശങ്ക അകറ്റണം, അത് തന്നെയാണ് പറയാനുള്ളത്. ഇതാണ് അവർക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇവരുടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ചെറുപ്പക്കാരൊക്കെ ഈ ചെറിയ ചെറിയ സംഘങ്ങൾ ഉണ്ടാക്കി ഈ കാവൽ കിടക്കേണ്ട ഒരു സാഹചര്യം അല്ലെ. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നിങ്ങൾ കൃഷിയിടങ്ങളിൽ കാവൽ കിടന്നാണ്. ഇപ്പോൾ ഇതിന് ഒറ്റ കാര്യമുള്ളൂ, നമ്മളെല്ലാവരും ഇറങ്ങി നിന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പോരാടിയെന്ന് വൃത്തിയുള്ളൂ. കാരണം ഇത് എന്തോരം സഹിക്കുന്ന ഇത്. കഴിഞ്ഞ പോലെ ആട് ചത്തിട്ട് ഇവിടെ മനുഷ്യന്മാർ തിരിഞ്ഞു നോക്കാതെ ഇനിയിപ്പോൾ മനുഷ്യന്മാർ ചത്തി കഴിഞ്ഞാൽ ആരെ നോക്കുന്നത്? മിനിങ്ങാൻ ആന ഇറങ്ങി ആ മക്കളെ എല്ലാവരും കൊന്നത്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ ഇത്? ആൾക്കാർ മുന്നോട്ട് ഇറങ്ങണം. മുന്നോട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കണം. ഇതിപ്പോൾ ഫോറസ്റ്റുകാർ വരുന്നില്ല, പാർട്ടിക്കാർ വരുന്നുണ്ട്, അവർ പറ്റുന്ന ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ആരുടെ അനാശ? ഇത് നമുക്ക് ജീവിക്കേണ്ടത് തന്നെ. നമുക്കിവിടെ ജീവിക്കാൻ ഇപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെല്ലാവരും കൂലിപ്പണി എടുത്ത് കൃഷിയൊക്കെ എടുത്തിട്ടല്ലേ നമ്മളിവിടെ ജീവിക്കുന്നത്. രാവിലെ തന്നെ ആ ചേച്ചിനെ കണ്ടു, ഇതാണ് ആ ചേച്ചിന്റെ വീട്. ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് രാവിലെ ഒന്ന് പള്ളിയിൽ പോകാൻ വരെ പറ്റിയിട്ടില്ല. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ അജീഷേട്ടാൻ്റെ വീട്ടിലേക്ക്. അവിടെ നിന്ന് ഇപ്പോൾ 2-3 ദിവസമല്ലേ ഉള്ളൂ. ഇപ്പൊ ചാനൽ ചർച്ചയിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാ പറയുന്നത്, മൃഗസ്നേഹികളായി അതായി ഇതായി. ഇവിടെ നമ്മളെങ്ങനെ ജീവിക്കുന്നതെന്ന് ഇവർ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിപ്പോൾ നിങ്ങൾ ചാനലുകാർ വന്നു പോയി, നിങ്ങൾക്കൊരു കവർ സ്റ്റോറി കിട്ടി, നിങ്ങൾ വിട്ടുപോയി, നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. നിങ്ങളെ കുറ്റം പറയണല്ല, പക്ഷെ ഞങ്ങൾ ഇവിടെ ജീവിക്കണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെ പോലെ ചോര നീരുള്ള ആൾക്കാരല്ല ഞങ്ങളും. ഫോറസ്റ്റുകാരും കുറച്ച് തെരച്ചിലുകൾ നടത്തിയിട്ട് അവരും ഫോറസ്റ്റുകാർ ചെയ്യുന്നില്ല. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് കൊണ്ടുവിടുന്നതാണെന്ന്. അല്ലാതെ പിന്നെ ഇത് എങ്ങനെ, ഇത് എവിടുന്ന വരുന്നത്? കരടി എന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. കാരണവന്മാർ ഇവിടെ ഉണ്ട്, അവരൊന്നും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കരടീനെ. 7 വർഷം മുമ്പ് ഇവിടെ ആനന്റെ ഒരു വിഷയവും അങ്ങനെ ഉണ്ടാവാറില്ല. എങ്ങനെ വരുവാണെങ്കിൽ തന്നെ വയലിന്റെ ആ സൈഡിലേക്ക് വരുമല്ലാണ്ട് വേറെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. 7 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ കടുവ, ആന, പിന്നെ ഇപ്പൊ കരടി ഇതെല്ലാം. ഈ കരടി, പുലി, കടുവ എന്നുള്ള എല്ലാം ഈ കർണാടക ഫോറസ്റ്റിലുള്ള സാധനമാണ്. ഇവിടേക്കൊന്നും വരാറില്ലാത്തതാണ്. ഇതിപ്പോ എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് അവസ്ഥയാണ്. നമ്മുടെ ജനങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇവിടെ. ആൾക്കാർ ഇത് വന്നും കണ്ടും കേട്ട് പോവുള്ളൂ, അനുഭവിക്കുന്നു ഞങ്ങള്. ഇന്ന് അന്ന് ആന ഇറങ്ങി ഈ ചർച്ചകളുള്ളൂ. പിന്നെ അടുത്ത ഇതിലേക്കായി ഇപ്പൊ നമ്മുടെ കാരണവന്മാരായിട്ട് മുതുമുത്തശ്ശന്മാരായിട്ടൊക്കെ ഇവിടെ വന്നവരാ പണ്ട് 10-65-70 വർഷം മുമ്പ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ശല്യം ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പൊ ഇത് ശരിക്കും ഫോറസ്റ്റുകാർ ഇവിടെ പിടിക്കും, ഇറങ്ങാൻ പോകും. അല്ലാതെ ഇതിനൊരു തീരുമാനമില്ല. ഇപ്പൊ എന്താക്കാനത്? ഇതാണ് അവസ്ഥ. കാരണം ഇനിയും ഒറ്റക്കെട്ടായി ജനങ്ങൾ രംഗത്തിറങ്ങുക മാത്രമാണ് ഈ ശല്യങ്ങൾക്കൊരു പോംവഴി. ഈ രീതിയിലുള്ള ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർ പറയുന്നത് കൃത്യമാണ്. കാരണം നമ്മൾ മാധ്യമങ്ങളായാലും വനംവകുപ്പായാലും പോലീസൊക്കെ ആയാലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം സ്ഥലത്തേക്ക് വന്ന് അത് പരിശോധിച്ച് അല്ലെങ്കിൽ അതിനൊരു താൽക്കാലിക പോംവഴി ഉണ്ടാക്കി മടങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനപ്പുറം അവരുടെ ഒരു ജീവിതം സ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, അവരുടെ വരുമാന മാർഗങ്ങൾ നിലനിർത്താനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന അവസ്ഥ, ഒപ്പം ജീവിക്കാനുള്ള ഒരു അവസരം കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ മലയോര മേഖലകളിൽ ഉള്ളത്. എന്തായാലും ആനയ്ക്ക് പിന്നാലെ എത്തിയ കടുവ ഈ സ്ഥലത്തെ വലിയ ഭീതിയിലാക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അനീഷ്, ഈ ജനങ്ങളുടെ കാര്യം അത് വലിയ ആശങ്കയാണല്ലോ. അത് ഈ പറയുന്നത് പോലെ അവർക്ക് അത് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ വനംവകുപ്പിനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെറും കൈയോടെ അവിടേക്ക് പോകുന്ന സാഹചര്യം. ആ പ്രദേശത്തെ ജനങ്ങൾ നമുക്കറിയാം കൂടുതലും കൃഷിയെ ആശ്രയിക്കുന്നവരാണ്.
അല്ലെങ്കിൽ അനീഷ് സൂചിപ്പിച്ച പോലെ ഈ വിറക് ശേഖരിക്കാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെയായി ഈ കുന്നിന് മുകളിലേക്കും വനമേഖലയിലുമൊക്കെ കയറി ചെല്ലുന്ന ജനങ്ങളാണ്. വേണ്ട, വനമേഖലയിൽ പോയി ഉണ്ടാകുന്ന പ്രശ്നത്തിനപ്പുറം ഈ ജനവാസ മേഖലയിലേക്ക്, കൃഷിയിടങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ അത് എങ്ങനെ അവർ നേരിടും എന്നുള്ളതാണല്ലോ പ്രധാന പ്രശ്നം. ഈ വലിയൊരു പ്രതിഷേധങ്ങൾക്ക് വേദിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം. ഇതിന് തലസ്ഥാനത്ത് പോലും MLA-മാർ പ്രതിഷേധം നടത്തി. ഇതിൽ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലില്ല എന്നുള്ള കാര്യത്തിൽ ഈ ജനങ്ങൾ ആ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവർക്ക് ഇനി ഇത്തരം കടുവയെ കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇനിയും പ്രതിഷേധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? എന്തോ നമുക്കിപ്പം ഈ 2 അമ്മമാരുണ്ട്. അവർ കുറേ ദിവസങ്ങൾ കൂടിയായിരിക്കും പള്ളിയിൽ പോയതല്ലേ? ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് രാവിലെ, എന്നാലും ഇപ്പം ഞങ്ങൾക്ക് പേടിച്ചിട്ട് ഇപ്പം നടക്കാൻ പറ്റാത്ത അവസരമായി പോയി. അതുപോലെ സ്വസ്ഥമായിട്ട് രാവിലെ പോകാൻ പറ്റും? ഇല്ല, സ്വസ്ഥമായിട്ട് പോകത്തില്ല, പേടി. രാവിലെ ആ ചേച്ചി പള്ളിയിലേക്ക് പോകുമ്പോഴാണ് പള്ളിയിലോട്ട് പിള്ളേർ വന്നപ്പോഴാണ് കാണുന്നത്. കൊച്ചുങ്ങൾ പേടിച്ചിട്ട് ഓടി വരിക ഇത് അങ്ങോട്ട്. കുട്ടികൾ പള്ളിയിലോട്ട് ഓടി വന്നു. ഒരു കൊച്ചു ഓടി വന്നു. പിന്നെ അവിടുന്ന് ഇതുപോലെ ചേച്ചി വിളിച്ചു കൂടി പറഞ്ഞു, പുലി കണ്ടേ ഓടിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പള്ളി വന്നൊരു ചേച്ചി കണ്ടിട്ട് ആ കൊച്ചു ഓടി വരുന്ന കണ്ടിട്ട് ഇങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങാൻ തന്നെ ഭയമായിരുന്നു. അയ്യോ, പിള്ളേർക്കൊന്നും പുറത്തിറങ്ങാനോ ഒന്നിനും സാധിക്കുന്നില്ല. പിള്ളേരങ്ങോട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അത്രയ്ക്കും പേടിയാ. പള്ളിയിൽ ഇപ്പോഴും സ്ഥിരമായി പോകുന്നുണ്ടോ? പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു, ഇപ്പം പേടിയാണ് പോകാൻ. നേരം എടുത്തിട്ടാണ് പോകുന്നത്. 6 മണി കഴിഞ്ഞ് 6:15 പിന്നെ വീട്ടിൽ നിന്ന് പോകുന്നത്. അതിലും നേരത്തെ പോകാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇപ്പം പേടിയാണ് പോകാൻ. വീട്ടിലെങ്ങനെ? വീട്ടിലൊന്നും പുറത്തൊന്നും അധികം ഇറങ്ങുന്നില്ല? ഇല്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. ഇതോടുകൂടി പേടിച്ചു പോയി. പള്ളിയിൽ പോകാൻ തന്നെ പേടിയാണ്. ഇപ്പോൾ കൊച്ചെന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒന്നാണ് കൊണ്ടുവന്നത്, തന്നെ വന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ആള് കൂടെ വന്ന് വേണം കൊണ്ടുപോകാനും പോകാനും ഒക്കെ. ഇനി പോരുന്നില്ല, പേടിച്ചിട്ട് ഞാൻ പോരുന്നില്ല. ഇന്നത്തോടുകൂടി പേടിച്ചും പോയി. നിർത്തുക. ഇന്നത്തോടുകൂടി പോകാനായിട്ട് പള്ളി പോകും. എങ്ങനെ പേടിച്ചിട്ട് പള്ളിയിൽ പോകാൻ? വീട്ടിലാണെങ്കിൽ പിള്ളേരൊക്കെ വഴക്ക് പറയണോ? എങ്ങനെ പോകും ഞാൻ? പള്ളിയിൽ പോകാൻ പറ്റാണ്ടായി. ഒന്നാമത് എനിക്ക് വേഗം നടക്കാനൊന്നും പറ്റില്ല, പയ്യെ നടക്കാൻ പറ്റുള്ളൂ. അപ്പം എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. കടുവയോ ആനയോ വല്ലതും വന്ന് ഒന്ന് ഓടാൻ പോലും പറ്റും? ഓടാനൊന്നും പറ്റില്ല. എനിക്ക് നടക്കാൻ പറ്റില്ല. എൻ്റെ നടുവിന് ഡെസ്ക് ആകുന്നിരിക്കണം. എനിക്ക് നടക്കാൻ പറ്റില്ല, പയ്യെ നടക്കുള്ളൂ ഞാൻ. അപ്പോൾ എനിക്ക് ഇന്നുകൊണ്ട് പള്ളി പോകുന്നു. പള്ളി പോകാൻ പറ്റില്ല. ഇനി ഇപ്പം എങ്ങനെ പോകണമെന്ന് അറിയില്ല. നാളെ തുടങ്ങി ആരെങ്കിലും കൊണ്ടുവന്നാൽ പോയില്ലേ, പോകാൻ പറ്റില്ല. തന്നെ പോയിരുന്നില്ല. ഇനി പകലല്ലേ, ഇപ്പോഴുള്ള സമയത്തല്ലേ. അപ്പോൾ പിന്നെ ഏത് സമയത്ത് വന്നാന്ന് പറഞ്ഞാൽ നമ്മൾ